ഈ റാഗിങ് എന്നൊക്കെ പറയില്ലേ, പക്ഷെ അതൊരു കുടുംബത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു അമ്മായിയമ്മയും മരുമകളുമായിട്ട് റാഗിങ് ഉണ്ട്. അത് ഈ അമ്മായിയമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് അവരുടെ അമ്മായിയമ്മയുടെ നിന്ന് കിട്ടിയിരിക്കുന്ന റാഗിങ് ആയിരിക്കും. അത് അവരുടെ കയ്യിലുണ്ടാവും. അത് തിരിച്ച് ഈ മരുമോള് വന്നു കഴിയുമ്പോൾ അമ്മായിയമ്മയ്ക്ക് കിട്ടിയ അത്ര അല്ലെങ്കിൽ പോലും കുറച്ച് കൊടുക്കാൻ അവർ ശ്രമിക്കും. അവർ കൊടുക്കും. നമ്മൾ വിചാരിക്കും സ്കൂളുകളിൽ കോളേജുകളിൽ അങ്ങനെയൊക്കെയാണ്. നല്ല നമ്മുടെ വീടുകളിലും ഉണ്ട്. ഇപ്പൊ മൂത്ത ചേട്ടന്റെ ഭാര്യ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അനിയന്റെ ഭാര്യ വന്നു കഴിയുമ്പോൾ ഈ ചേച്ചി കുറച്ച് ചെറിയ രീതിയിൽ റാഗിങ് നടത്തും. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്, കുടുംബങ്ങളിലും ഉണ്ട്. ശരിക്കും സ്വാഭാവികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മായിയമ്മയും ഇപ്പൊ മകൻ കല്യാണം കഴിച്ചുകൊണ്ട മരുമകൾ വന്നു കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അമ്മായിയമ്മേനെയും അമ്മാനച്ഛനെയും കൂടുതൽ നോക്കണം എന്നുള്ള ചിന്ത വരുന്നത്. ഒന്നാമത്തെ അവരുടെ പ്രായം കൊണ്ട് കുറച്ച് മനസ്സിലാക്കണതായിരിക്കും. രണ്ടാമത് ഈ മരുമകളെ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അമ്മേനെ അച്ഛനെയൊക്കെ നോക്കണേന്ന്. അതുവരെ അവർക്ക് വലിയ സംരക്ഷണമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഈ മരുമകൾ വന്നതുകൊണ്ട് ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കിട്ടുന്ന ഒരു വാത്സല്യമായിരിക്കും. പക്ഷെ ഇതെന്തിനാ കാണിച്ചു കൊടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഇതുപോലെ നോക്കണം എന്ന് പറയാനാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെയാണോ? നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്?